ശ്രീ വിനോദ്. അപ്പോൾ ആ ചോദ്യത്തിന് ചന്ദ്രൻ തന്നെ ഉത്തരം പറഞ്ഞു. അതായത് ചിന്നയ്യ പറഞ്ഞതാണ്, കേരള സാരി ഉടുത്തിട്ട് അവിടെ വന്ന് ഞാൻ മറവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞതാണ്. ഇപ്പോൾ വലിയ സംശയം ആർ വി ബാബു ഉന്നയിച്ചു, മനാഫ് ആരാണ്? മനാഫ് അവിടെ പെറ്റു വളർന്നതുപോലെ അവിടെ സ്കൂൾ വിദ്യാഭ്യാസം ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ പ്രായത്തിനിടയിൽ ദീർഘകാലം കർണാടകയിൽ ജീവിച്ചൊരു മനുഷ്യനാണ്. അയാൾക്ക് കർണാടക എന്ന് പറയുന്നത് ഒരു ഗൃഹാതുര ഓർമ്മയാണ്. കാരണം അയാൾ പഠിച്ചു വളർന്ന ഒരു സംസ്ഥാനമാണ്, പ്രദേശമാണ്. അയാളുടെ പിതാവ് ഇന്നിപ്പോൾ സാഗര എന്നാണ് ആ മുനിസിപ്പാലിറ്റിയുടെ പേര്, പഴയ സാഗർ എന്നുള്ള മുനിസിപ്പാലിറ്റിയിലെ ചെയർമാനായിരുന്നു മനാഫിൻ്റെ പിതാവ്. അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച. അതുകൊണ്ട് തന്നെ മനാഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ബ്ലഡ് വന്നിട്ടുണ്ടെങ്കിൽ അതിലൊന്നും ആരും അത്ഭുതപ്പെടേണ്ടതില്ല. മാത്രവുമല്ല കർണാടകയിൽ ഈ ഷിരൂരിൽ അദ്ദേഹത്തിൻ്റെ പിന്നെ ലോറി അപകടപ്പെടുകയും പിന്നെ മരണപ്പെടുകയും ചെയ്ത അയാളുടെ ശവശരീരം ഇതേ മനാഫ നേത്രാവതി അല്ലാതെ വേറൊരു 3 കിലോമീറ്റർ അകത്തില്ല ഒരു കാട്ടിന്റെ ഉള്ളിൽ പോയിട്ട് അവനും അവന്റെ കൂടെ ആൾക്ക് പറയും ഇതാണ് നേത്രാവതി, ഇവിടെയാണ് ആയിരക്കണക്കിന് ആളെ കുഴിച്ചിട്ട് തെറ്റിദ്ധരിച്ചിട്ട് അവൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് നേത്രാവതി അല്ല, നേത്രാവതി അല്ലാതെ ഇവിടുന്ന് ഒരു 3-3.5 കിലോമീറ്റർ അകത്തില് വേറെ ഒരു സ്ഥലത്തില് ഒരു റബ്ബർ കാട്ടും കൂട്ടിലെല്ലാം കാണിച്ചിട്ട് ഇവിടെ കുഴിച്ചിട്ടുണ്ട് അവിടെ കുഴിച്ചിട്ട് അതും കളവ് പറഞ്ഞിട്ടുണ്ട്. അവന്റെ മുകളിൽ ഒരു അപവാദവും ഉണ്ട്. എന്താന്ന് പറഞ്ഞാൽ സീരൂരിൽ ലോറി മുങ്ങിയപ്പോ വഴി തെറ്റിച്ചിട്ടുണ്ട് എന്നാണ് അടുത്ത നാട്ടുകാരെല്ലാം പറയുന്നത്. അതിൽ ഒരുപാട് അവർ തെറ്റി ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ പുള്ളി ഒരുപാട് കള്ളമാണെന്ന് പറയുന്നില്ലത്. അത് വെറുതെ ഇല്ലാതെ ശരി എന്റെ ഊഴമാണ് എൻ്റെ ഊഴമാണ്. ഞാൻ വേറെ ആര് സംസാരിക്കുമ്പോഴും ഞാൻ ആ രീതിയിൽ ഇടപെട്ടില്ല. എൻ്റെ ഊഴമാണ്, ഞാൻ പറയട്ടെ, അത്രയേ ഉള്ളൂ. മനാഫിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നാളീ ബന്ധം കർണാടകയുമായിട്ടുണ്ട്. അദ്ദേഹം കേരളത്തിൻ്റെ പുത്രൻ എന്നതുപോലെ തന്നെ കർണാടകയുടെയും പുത്രനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ താല്പര്യം വരുന്നത് എന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. പിന്നെ മനാഫിന് എന്താണ് ഇതിൽ കാര്യം എന്ന് ആർ വി ബാബു ചോദിച്ചാൽ ഞാൻ ഇതേ ചോദ്യം ഒന്ന് തിരിച്ചു ചോദിക്കട്ടെ. 2006 മുതൽ 2007 വരെയുള്ള കാലഘട്ടത്തിൽ 974 പേർ ഡിവൈൻ പിന്നെ ധ്യാന കേന്ദ്രത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത്. ഡിവൈൻ ധ്യാന കേന്ദ്രം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടേതാണ്. അവിടെ ആർ വി ബാബുവിന് എന്താ പിന്നെ അതിൽ അഭിപ്രായം പറയാനുള്ള റൈറ്റ്? അങ്ങനെ ആർ വി ബാബുവിന് അഭിപ്രായം പറയാൻ അതിൽ റൈറ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം, കേരളത്തിൽ നിന്നുള്ള ധാരാളം ആളുകൾ പോയി അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്, മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നൊരു വിഷയം വന്നിട്ടുണ്ടെങ്കിൽ കർണാടകയുമായി നാളി ബന്ധമുള്ള ഒരാൾ എന്നുള്ള നിലയിൽ അതിൽ അഭിപ്രായം പറയാൻ ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ ആ മനാഫിനും അവകാശമുണ്ട് എന്ന് നമ്മളങ്ങോട്ട് മനസ്സിലാക്കുക. അപ്പം ഒരു മിനി വർഗീസ് എന്താ പറഞ്ഞത്? താൻ ഡിവൈനിൽ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് പരാതിപ്പെട്ടു. അതിനെ സംബന്ധിച്ച് കേസ് പോയി. അവിടെ പിന്നെ എന്താ പറയുക, കോടതി ഇടപെട്ട് IG വിൻസെന്റ് പോളിനെ കൊണ്ട് കോടതി ചുമതലപ്പെടുത്തി അന്വേഷണം നടത്തി. അവിടെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ ആ SIT കണ്ടുവെത്തുന്ന സമയത്ത് ഈ ഡിവൈൻ കേന്ദ്രം സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി പറഞ്ഞു അങ്ങനെ ഒരു ഡിവിഷൻ ബെഞ്ചിന് ഈ പറയുന്ന രീതിയിൽ അന്വേഷണത്തിൽ ഉത്തരവിടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവിടെ നിന്നു. 974 പേരാ. ഇത് ഈ പറയുന്ന ചിന്നയ്യ പറയുന്നത് ഏതാണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ ആക്ഷൻ കമ്മിറ്റി പറയുന്നത് ഏതാണ്ട് 40 കൊല്ലത്തെ കഥയാണ്. ഈ പറയുന്ന 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നത്. 485 പേരെ ഞാൻ അവിടെ അടക്കം ചെയ്തിട്ടുണ്ടെന്ന് ചിന്നയ്യ പറഞ്ഞത് 2008 മുതൽ 2015 വരെയുള്ള 1998 മുതൽ 2015 വരെയുള്ള കാലഘട്ടത്തിലാണ്. ഇവിടെ എന്താ പറഞ്ഞത് ശ്രീ ആർ വി ബാബു? 2006, 2007 കാലഘട്ടത്തിൽ ഒരൊറ്റ വർഷം കൊണ്ട് എത്രയാണ്? 974 പേർ. അതവിടെ നിൽക്കട്ടെ. ഞാൻ ഡിവൈനിൽ നടന്ന ദുരൂഹമരണോ മറ്റുള്ള സംഭവമൊന്നുമില്ല. അന്ന് എന്തുകൊണ്ടാണ് പിന്നെ നിങ്ങൾ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കുക? അന്ന് എനിക്ക് സൗകര്യമില്ലെന്നേ അതിൻ്റെ ആക്ഷൻ കമ്മിറ്റിക്ക് പോകാൻ, അതുകൊണ്ട് അതിന് പോയില്ല. ഇതിന് ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞു, അതിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നു. അതാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. മറ്റൊന്ന്, പിന്നെ ഞാൻ സോറോസിൻ്റെ പണം എണ്ണ ഇത്തിരി നേരം വൈകി. ജനം TV-ൻ്റെ ഈ പറയുന്ന ഇവിടേക്ക് വന്നിരിക്കാനേ സോറോസ് തന്ന പണം എണ്ണി തീർന്നില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ ഇന്ന് നിങ്ങളുടെ കേന്ദ്രമന്ത്രി, നിങ്ങളതിൽ പെടുമെന്നറിയില്ല, എന്തായാലും BJP-യുടെ കേന്ദ്ര സഹമന്ത്രി പാർലമെന്റിൽ പറഞ്ഞത് ഇന്ന് പത്രത്തിൽ വാർത്തയാണ്. എന്താണ്? സോറോസിൻ്റെ ഒരു 10 പൈസ ആർക്കും ഇന്ത്യയിലേക്ക് കിട്ടിയിട്ടില്ല എന്ന്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നിങ്ങൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നിരവധിയായി കുക്ക് ചെയ്ത് അത് തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടരാണ്. അതവിടെ നിൽക്കട്ടെ. ആടിനെ പട്ടിയാക്കുന്നതിൽ നിങ്ങൾക്ക് അതിവിദഗ്ധമായിട്ടുള്ള കഴിവുണ്ട്. ഇനി പോട്ടെ, എന്താണ് പിന്നെ എന്താ പറയുക, പാലയൂർ പള്ളി ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്ത് എന്തേ ആർ വി ബാബു പറഞ്ഞതിൽ നിൽക്കാൻ പറ്റാതിരുന്നത്? ആരോപണം ഉന്നയിച്ച് വാലും ചുരുട്ടി പോയല്ലോ. പിന്നീട് എന്ത് സംഭവിച്ചു? അവിടെ പാലയൂർ പള്ളി പൊളിച്ചു തുടങ്ങിയോ? എന്താ സംഭവം? പൊളി തുടങ്ങിയോ? ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ആർ വി ബാബുവാണല്ലോ പ്രസിഡന്റ്. തുടങ്ങിയോ പൊളി? പാലയൂർ പള്ളി പൊളിച്ചടുക്കിയോ? അപ്പോൾ എന്ത് കാര്യത്തിലും എന്തും പറയാം. പിന്നീട് അത് നാവ് പിന്നെ പിഴയാണെന്ന് പറഞ്ഞ് ഒളിച്ചോടാം. ഇതൊക്കെ താങ്കൾക്ക് പറ്റും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കൃത്യമായിട്ടുള്ള ഗ്രൗണ്ട്സ് ഉണ്ടെന്നേ, വെറുതെ പറയുന്നതല്ല.
ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്നത് ജനൻ ടി വി ബീജാവാപം ചെയ്യുന്നതിന് മുമ്പ് ഇന്ത്യയിൽ പ്രഖ്യാതമായിട്ടുള്ള ഒരു മാധ്യമ സ്ഥാപനമാണല്ലോ. ആ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എന്താ പറയുക, പിന്നെ 2023 ഓഗസ്റ്റ് മാസം 12-ാം തീയതി വന്ന വാർത്തയാണിത്. 4000 പേരല്ല നഷ്ടപ്പെട്ടത്. 2016 മുതൽ 2021 വരെ. ഇംഗ്ലീഷ് മനസ്സിലാകുമെങ്കിൽ ഞാനൊന്ന് വായിക്കാം. 43,278 females, including girls, had gone missing in Kerala from 2016 to 2021, and 40,450, 93% of them were tracked down. The National Crime Records Bureau has said in its flagship report, Crime in India 2021, as many as 2,822 women and 373 girls of them are yet to be tracked. ഇത് വിനോദ് മേക്കോത്ത് ഉണ്ടാക്കിയിട്ടുള്ള റിപ്പോർട്ടല്ല, ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഗോയങ്കൻ്റെ പത്രത്തിൽ നിന്ന് വന്നതാ. അപ്പോൾ അത് അടിസ്ഥാനപ്പെടുത്തി തന്നെ ഞങ്ങൾ നീങ്ങിയത്. ഈ പറയുന്ന 3000-ലധികം 4000-ഓളം വരുന്ന സ്ത്രീകൾ, അതിൽ തന്നെ പെൺകുട്ടികൾ കേരളത്തിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കേരളവുമായി അഭേദ്യമായി ബന്ധമുള്ള അടുത്തിടപഴകുന്ന ഒരു പിൽഗ്രിം സെന്റർ എന്നുള്ള നിലയിൽ ധർമ്മസ്ഥലയിൽ നിങ്ങൾ എവിടെയൊക്കെ പോയി ഒരു നിഗമനത്തിലേക്ക് എങ്ങനെയാണ് ശ്രീ വിനോദ് എത്തിച്ചേരുന്നത്? പെൺകുട്ടികൾ കാണാതാകുന്നുണ്ടെങ്കിൽ അവർ നേരെ പിൽഗ്രിം സെന്ററിലേക്ക് തന്നെയാണ് പോകുന്നത്. കേരള സാരിയൊക്കെ ഉടുത്ത് നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് കാണാതാകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് മൃതദേഹങ്ങൾ കിട്ടും എന്നുള്ളൊരു നിഗമനത്തിലേക്ക് ആക്ഷൻ കമ്മിറ്റി എങ്ങനെയാണ് എത്തിച്ചേർന്നത്? അല്ല, ഈ റിപ്പോർട്ട് നിങ്ങൾ അംഗീകരിച്ചോ? ഈ റിപ്പോർട്ട് അംഗീകരിച്ചോ? ഈ റിപ്പോർട്ട് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ഈ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ ഈ കാണാതായ പെൺകുട്ടികളെല്ലാം അവിടെ കൊല്ലപ്പെട്ടതാണ് എന്നുള്ളത് ആക്ഷൻ കമ്മിറ്റി എങ്ങനെയാണ് നിഗമനത്തിലെത്തുന്നത്? ധർമ്മസ്ഥലയിലേക്കാണ് ഇവർ പോയത് എന്നുള്ളതിന് എന്തെങ്കിലും തെളിവ് ഈ ആക്ഷൻ കമ്മിറ്റിക്ക് അല്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ തെളിവ്? അല്ല എന്ന് നിങ്ങൾ എങ്ങനെ പറയുന്നു? അവർ പിന്നെ അങ്ങോട്ട് പോയി. ശ്രീ വിനോദ് മേക്കോത്ത്, താങ്കൾ പറയുന്ന കാണാതായ ആൾക്കാർ അവിടേക്കാണ് പോയത്. ആട് മേയ്ക്കാൻ പോയോ, ഒട്ടകം മേയ്ക്കാൻ പോയോ? പറയൂ. ധർമ്മസ്ഥലത്ത് കാണാതെ ആളിന്റെ ധർമ്മസ്ഥലത്ത് പോലീസ് സ്റ്റേഷനിലോ കാണണമല്ലോ, പോലീസിൽ കാണണ്ടല്ലോ, പോലീസ് റിപ്പോർട്ടിൽ ഉണ്ടാവുമല്ലോ. അങ്ങനെയൊന്നും ഇവിടെ നടന്നിട്ടില്ലല്ലോ ധർമ്മസ്ഥലത്ത്. എവിടെ പോയി? അല്ല, ആര് ചർച്ചയിൽ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് കീപ്പ് ചെയ്യൂ. നിങ്ങളുടെ സമയത്ത് നിങ്ങൾ സംസാരിക്കൂ, ഞാൻ എൻ്റെ സമയത്ത് സംസാരിക്കട്ടെ. ഇവിടെ 2 ദിവസം മുമ്പ് ജനം ടി വി ഒരു വാർത്ത ചെയ്തു. ആർ വി ബാബു എന്തായാലും നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആർ വി ബാബു ഈ പറയുന്ന സംഭവം ഉണ്ടായിട്ട് ആർ വി ബാബു ഏതാണ്ട് 4 മണിക്കൂർ മുമ്പാണ് അദ്ദേഹം ഒരു പോസ്റ്റ് ധർമ്മസ്ഥലയെ സംബന്ധിച്ചിട്ടത്. അപ്പോൾ അവർക്കതിൽ ഇൻട്രസ്റ്റ് ഇല്ല.